Hi everyone, this is me, Casac Benjali. Your price is too high. നിങ്ങളുടെ പ്രൈസ് ഭയങ്കര കൂടുതലാണ്. എന്താണ് ഇത്ര പ്രൈസ്? ബാക്കിയുള്ളവരുടെ പ്രൈസ് ഒന്നും ഇത്ര കൂടുതലില്ലല്ലോ, അതിനേക്കാളൊക്കെ കുറവാണല്ലോ, നിങ്ങളുടെ പ്രൈസ് ഭയങ്കര കൂടുതലാണ്, എനിക്ക് വേണ്ട. ഹായ് എവരിവൺ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു സെയിൽസ്മാൻ അല്ലെങ്കിൽ ബിസിനസ്മാൻ, ഒരു നെറ്റ്വർക്കിംഗ് മാർക്കറ്റിങ്ങിലോ ഡയറക്റ്റ് സെല്ലിങ്ങിലോ ഒക്കെ വർക്ക് ചെയ്യുന്ന ആരാണെങ്കിലും സെയിൽസിൽ ബിസിനസ്സുകാരായിട്ടുള്ള ആളുകൾ കേൾക്കുന്ന ഒരു നിരന്തരമായിട്ടുള്ള ഒബ്ജക്ഷനാണ് യുവർ പ്രൈസ് ഈസ് ടു ഹൈ. ഇതെങ്ങനെ ഓവർകം ചെയ്യും? ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു സ്ട്രാറ്റജിയാണ്, പക്ഷെ എന്നാലും അത് മുഴുവനായിട്ടില്ലെങ്കിലും അതിനൊരു ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതിൽ ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സ്റ്റെപ്പ് നമ്പർ വൺ അണ്ടർസ്റ്റാൻഡ് ദ വാല്യൂ യു ആർ ഗിവിംഗ് ടു ദ കസ്റ്റമർ. കസ്റ്റമർക്ക് കൊടുക്കാൻ പോകുന്ന വാല്യൂ എന്താണ്? കസ്റ്റമർക്ക്, പ്രോസ്പെക്റ്റിന് നിങ്ങളുടെ പ്രോഡക്റ്റ് ഒരു സർവീസ് കൊടുക്കാൻ പോകുന്ന വാല്യൂ അഡീഷൻ എന്താണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. മീറ്റിങ്ങിന് പോകുന്നതിന് മുമ്പ് തന്നെ അറിഞ്ഞിരിക്കണം ആ വാല്യൂ പ്രപ്പോർഷൻ എന്താണെന്ന്. എന്നതിന് ശേഷം നമ്പർ 2, ലിസൺ ദം കെയർഫുള്ളി. അവർക്ക് വാല്യൂ പ്രൈസ് കൂടുതലാണ് എന്ന് പറയുന്ന ആ ഒരു ഘട്ടത്തിൽ അവർ പറയുന്നതിന് വളരെ ശ്രദ്ധയോടുകൂടിയും താല്പര്യത്തോടു കൂടിയിട്ടും അവർ പറയുന്നത് മുഴുവൻ പറയാൻ സമ്മതിച്ചുകൊണ്ട് കേൾക്കുക. 3, അക്നോളജ് ഇറ്റ്. ശരിയാണ്, ഞങ്ങളുടെ പ്രൈസ് കൂടുതലാണ്, ഞങ്ങളുടെ പ്രൈസ് കുറവാണ് എന്ന് പറയരുത്. മറിച്ച് ഞങ്ങളുടെ പ്രൈസ് കുറച്ച് കൂടുതലാണ്, ഞങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതലാണ്, അക്സെപ്റ്റ് ഇറ്റ്, അത് അക്നോളജ് ചെയ്യാം. നമ്പർ 4, ഡിസ്ക്രൈബ് ദ റീസൺ വൈ യുവർ പ്രൈസ് ഈസ് ടു ഹൈ. എന്തുകൊണ്ടാണ് നിങ്ങളുടെ പ്രൈസ് കൂടിയത്, എന്തുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പ്രോഡക്റ്റിന്റെ എല്ലാ അഡ്വാൻറ്റേജുകളും പോയിന്റ് ബൈ പോയിന്റ് അത് കൊടുക്കുന്ന എക്സ്പീരിയൻസ്, അത് കൊടുക്കുന്ന വാല്യൂ, അത് കൊടുക്കുന്ന രീതി, അത് എവിടെ കൊടുക്കുന്നു, എന്തിനു കൊടുക്കുന്നു, ഏത് രീതിയിൽ കൊടുക്കുന്നു, എന്തൊക്കെ സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി. കാരണം അയാൾക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ പോയിന്റ് ഓരോന്നും പറയുന്നത്. ഇനി നമ്പർ 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ആഡ് ഓൺ ചെയ്തതിന് ശേഷം ഈ പ്രൈസ് കൂടിയ സാധനം ഉപയോഗിക്കുമ്പോൾ കസ്റ്റമറുടെ ലൈഫിൽ ഉണ്ടാകാൻ പോകുന്ന വാല്യൂ അഡീഷൻസ് എന്തൊക്കെയാണ്, അത് നിങ്ങൾ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കുക. കാരണം കോമ്പറ്റീറ്ററുടെ പ്രോഡക്റ്റിൽ നിന്ന് നിങ്ങളുടെ പ്രോഡക്റ്റിനെ വ്യത്യാസമാക്കുന്ന ഘടകങ്ങൾ നിങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ കോമ്പറ്റീറ്ററുടെ അടുത്ത് നിങ്ങൾക്ക് കിട്ടാത്തത് എന്തൊക്കെയാണ്? ഈ പ്രൈസ് കുറവാണെങ്കിലും ഇത് നിങ്ങൾക്ക് അവിടെ കിട്ടില്ല, ഇത് നിങ്ങൾക്ക് അവിടെ കിട്ടില്ല, ഇത് നിങ്ങൾക്ക് അവിടെ കിട്ടില്ല എന്ന് പറയണം. നമ്പർ 6, ഇമോഷണലൈസ് ഇറ്റ്. നിങ്ങളുടെ പ്രൈസ് കൂടിയത് കൊണ്ട് തന്നെ ഇതൊരു ടോപ്പ് ബ്രാൻഡാണ്, ഇതൊരു ടോപ്പ് പ്രോഡക്റ്റാണ്. സോ ഒരു സദസ്സിൽ ചെന്ന് കഴിഞ്ഞാൽ, നിങ്ങളൊരു മീറ്റിങ്ങിൽ ചെല്ലുകയാണ്, നിങ്ങൾ ഉപയോഗിക്കുന്ന സ്പെക്ടാക്കിൾസ് വില കുറഞ്ഞതാണെങ്കിൽ നിങ്ങളുടെ റെപ്യൂട്ടേഷൻ എന്തായിരിക്കും? നിങ്ങൾ ഉപയോഗിക്കുന്ന അർമാനിയുടെ അല്ലെങ്കിൽ നല്ലൊരു ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ ഒരു റെക്കഗ്നിഷൻ കിട്ടും, അവിടെ നിങ്ങൾക്ക് കിട്ടുന്ന റെസ്പെക്ട്, വാല്യൂ. സോ അവിടെ ഇമോഷണൽ ആയിട്ട് നിങ്ങൾ ഇൻവോൾവ് ചെയ്യുക, അതിലൂടെ നിങ്ങൾ ആ വാല്യൂ ക്രിയേറ്റ് ചെയ്യുക. ദിസ് ഈസ് ദ വേ ടു ഓവർകം ദ പ്രൈസ് ഒബ്ജക്ഷൻസ്. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുന്ന സെയിൽസ് ട്രെയിനിങ്, ഡിപ്ലോമ പോലെ തന്നെ 6 months നീണ്ടു നിൽക്കുന്ന ഓൺലൈൻ ആയിട്ട് തന്നെയുള്ള സർട്ടിഫൈഡ് സെയിൽസ് ട്രെയിനിങ് ഉണ്ട്. ലൈവായിട്ട്, ഇന്ററാക്റ്റീവ് ആയിട്ട്, പ്രൊജക്ട് ഓറിയന്റഡ് ആയിട്ടുള്ള പ്രാക്ടിക്കൽ സെയിൽസ് ട്രെയിനിങ് ഉണ്ട്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ടു ബി പാർട്ട് ഓഫ് ഇറ്റ്, യു ക്യാൻ ബി പാർട്ട് ഓഫ് $1 million Salesman. താങ്ക് യു.